2026 ഇന്ത്യയുടെ അതിർത്തികളിൽ അസ്വാഭാവികമായ ചലനങ്ങൾ റഡാറുകൾ കണ്ടെത്തുന്നു. ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടതായി മുന്നറിയിപ്പ് വരുന്നു. ആ നിമിഷം ഇന്ത്യയിൽ ആദ്യം എന്താണ് സംഭവിക്കുക? വെറുമൊരു മിസൈലോ യുദ്ധവിമാനമോ മാത്രമല്ല ഇന്ത്യയെ സംരക്ഷിക്കുന്നത്. ബഹിരാകാശം മുതൽ കടലിന്റെ ആഴങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന സങ്കീർണമായ ഒരു പ്രതിരോധ ശൃംഖലയാണ് ഇന്ത്യക്കുള്ളത്. ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ ഇന്ത്യയെ സജ്ജമാക്കുന്ന 20 നിർണായക സംവിധാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണിത്. വെൽക്കം ടു എലിഫന്റ് തിങ്സ്. ഡിറ്റക്ഷൻ, ആകാശത്തെ കാവൽക്കാർ. ഏതൊരു പ്രതിരോധത്തിന്റെയും ആദ്യഘട്ടം കണ്ടെത്തലാണ്. ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് ബഹിരാകാശത്ത് സ്വന്തം കണ്ണുകളുണ്ട്. 1. റിസാറ്റ്, രാത്രിയിലും മേഘാവൃതമായ കാലാവസ്ഥയിലും നിരീക്ഷണം നടത്താൻ കഴിയുന്ന സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹമാണിത്. അതിർത്തി കടന്നുള്ള ചലനങ്ങൾ കണ്ടെത്താൻ ഇത് നിർണായകമാണ്. 2. കാർട്ടോസാറ്റ്, ഇന്ത്യയുടെ ചാരക്കണ്ണ്. അതീവ വ്യക്തതയുള്ള ചിത്രങ്ങൾ നൽകുന്നതിലൂടെ ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങൾ കൃത്യമായി തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. 3. ജിസാറ്റ് 7 രുക്മിണി, ഇന്ത്യയുടെ നാവികസേനയുടെ ആശയവിനിമയ നട്ടെല്ല്. സമുദ്രത്തിലെ കപ്പലുകളെയും വിമാനങ്ങളെയും ഒരൊറ്റ ശൃംഖലയിൽ ഇത് ബന്ധിപ്പിക്കുന്നു. 4. നേത്ര AEWNC, ബഹിരാകാശത്തെ കണ്ണുകൾ നൽകുന്ന വിവരം സ്ഥിരീകരിക്കുന്നത് വായുവിലെ റഡാർ വിമാനങ്ങളാണ്. 400 കിലോമീറ്റർ വരെയുള്ള ആകാശ ലക്ഷ്യങ്ങളെ തത്സമയം കണ്ടെത്താൻ നേത്ര സഹായിക്കുന്നു. ദ ഷീൽഡ്, ഉരുക്കു കവചം. വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം പ്രതിരോധമാണ്. വരുന്ന മിസൈലുകളെ തടയാൻ ഇന്ത്യ ഒരുക്കിയിരിക്കുന്ന കവചങ്ങൾ നോക്കാം. 5. S-400 ട്രയംഫ്, വിവിധ ദൂരങ്ങളുള്ള വിമാനങ്ങൾ, മിസൈലുകൾ എന്നിവയെ ഒരേ സമയം നേരിടാൻ രൂപകൽപ്പന ചെയ്ത അത്യാധുനിക ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. 6. പ്രൊജക്ട് കുശ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ലോങ് റേഞ്ച് സിസ്റ്റം. ഭാവിയിൽ ഇന്ത്യയുടെ ആകാശത്ത് ഇതൊരു പുതിയ സുരക്ഷാ മതിൽ തീർക്കും. 7. BMD, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്, ശത്രുവിന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിനകത്തും പുറത്തും വെച്ച് തകർക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ സംവിധാനം. 8. രുദ്രം, പ്രതിരോധിക്കുന്നതിനൊപ്പം ശത്രുവിന്റെ കണ്ണുകൾ നശിപ്പിക്കാനും ഇന്ത്യക്കറിയാം. ശത്രു റഡാറുകളെ വേട്ടയാടി തകർക്കുന്ന ആന്റി റേഡിയേഷൻ മിസൈലാണിത്. കൺവെൻഷണൽ സ്ട്രൈക്ക്, കൃത്യതയുള്ള പ്രഹരം. പ്രതിരോധത്തിന് ശേഷം ആവശ്യമെങ്കിൽ കൃത്യമായ തിരിച്ചടി നൽകാൻ ഇന്ത്യയുടെ പ്രിസിഷൻ ആയുധങ്ങൾ തയ്യാറാക്കും. 9. ബ്രഹ്മോസ്, മാക് 3 വേഗതയിൽ സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളിൽ ഒന്ന്. കടലിലെയും കരയിലെയും ലക്ഷ്യങ്ങൾ അതിവേഗം തകർക്കാൻ ഇതിന് സാധിക്കും. 10. ബ്രഹ്മോസ് NG, റാഫേൽ പോലുള്ള വിമാനങ്ങളിൽ കൂടുതൽ എണ്ണം വഹിക്കാൻ കഴിയുന്ന ബ്രഹ്മോസിന്റെ ഭാരം കുറഞ്ഞ അടുത്ത തലമുറ മിസൈൽ. 11. പ്രളയ്, ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ആകാശത്ത് വെച്ച് പാത മാറ്റാൻ കഴിയുന്ന ക്വാസി ബാലിസ്റ്റിക് മിസൈൽ. 12. റാഫേൽ, ഇന്ത്യയുടെ ഏറ്റവും ആധുനിക മൾട്ടി റോൾ യുദ്ധവിമാനം. ഇതിലെ മെറ്റിയോർ മിസൈലുകളും സ്പെക്ട്ര ഷീൽഡും വ്യോമാധിപത്യം ഉറപ്പാക്കുന്നു. 13. അസ്ത്ര MK-1, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ആകാശ മിസൈൽ. ശത്രു വിമാനങ്ങളുടെ കണ്ണിൽ പെടുന്നതിന് മുമ്പേ അതിനെ ആകാശത്ത് വെച്ച് തകർക്കാൻ ഇതിന് കഴിയും. 14. പിനാക്ക, കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയൊരു പ്രദേശത്ത് റോക്കറ്റ് മഴ പെയ്യിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. ദ ഡിറ്ററന്റ്, ആണവ പ്രതിരോധം. ഇന്ത്യയുടെ ആണവ നയം നോ ഫസ്റ്റ് യൂസ് ആണ്. എന്നാൽ ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ അതിശക്തമായ തിരിച്ചടി നൽകാൻ ഇന്ത്യ സജ്ജമാണ്. ഇതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന് വിളിക്കുന്നത്. 15. അഗ്നി 5, 7000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഇന്ത്യയുടെ ഏറ്റവും കരുത്തുറ്റ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിലെ പ്രധാനിയാണിത്. 16. MIRV, മിഷൻ ദിവ്യാസ്ത്ര, ഒരൊറ്റ മിസൈൽ ഒന്നിലധികം വാർഹെഡുകൾ വഹിച്ച് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് ഒരേ സമയം എത്തിക്കാൻ കഴിയുന്ന വിദ്യ. 17. അഗ്നി 6, ഔദ്യോഗിക വിവരങ്ങൾ പരിമിതമാണെങ്കിലും കൂടുതൽ റേഞ്ചും MIRV ശേഷിയും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ വരാനിരിക്കുന്ന കരുത്തായി ഇതിനെ കാണുന്നു. 18. INS അരിഹന്റ്, ഇന്ത്യയുടെ ആദ്യ ആണവ അന്തർവാഹിനി. ശത്രുവിന്റെ ആദ്യ ആക്രമണത്തെ അതിജീവിച്ച് കടലിനടിയിൽ നിന്നും തിരിച്ചടി നൽകാൻ ഇതിന് കഴിയും. 19. K-4 മിസൈൽ, അരിഹന്ത് ക്ലാസ് സബ്മറീനുകളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ലോങ് റേഞ്ച് മിസൈൽ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധ മുനയാണിത്. 20. S-5 ക്ലാസ് SSBN, ഇന്ത്യ വികസിപ്പിക്കുന്ന അടുത്ത തലമുറ സൂപ്പർ സബ്മറീൻ. നിലവിലുള്ളതിനേക്കാൾ ഇരട്ടി ഭാരം കൂടുതലും ആയുധശേഷിയും ഇതിനുണ്ടാവും. ദ ഫ്യൂച്ചർ, ഭാവിയിലേക്ക്. 21. AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ആകാശത്ത് ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യയുടെ ഈ സ്വപ്ന പദ്ധതി സഹായിക്കും. ഇന്ത്യയുടെ പ്രതിരോധം എന്നത് വെറുമൊരു ആയുധങ്ങളുടെ പട്ടികയല്ല,
അത് ആകാശത്തെ ഉപഗ്രഹങ്ങളിൽ നിന്നും കടലിന്റെ ആഴങ്ങളിലെ സബ്മറീനുകൾ വരെ നീളുന്ന നിമിഷങ്ങൾക്കുള്ളിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കൂറ്റൻ സംവിധാനമാണ്. ഈ സുരക്ഷാ ശൃംഖലയുള്ളിടത്തോളം ഭാരതത്തിന്റെ പരമാധികാരം സുരക്ഷിതമാണ്. ഈ 20 സാങ്കേതിക വിദ്യകളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഗൗരവകരമായ പ്രതിരോധ വിശകലനങ്ങൾക്കായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.